തെക്കൻ കേരളത്തിൽ വ്യാപക മഴക്കെടുതിയാണ് ഉണ്ടായിരിക്കുന്നത്. വിഴിഞ്ഞത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു. പഴയതുറ പുരയിടം പുല്ലുവിളയിൽ തദയൂസാണ് മരിച്ചത്. കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പത്തനംതിട്ടയിലും കൊല്ലത്തും വ്യാപക നാശനഷ്ടമുണ്ടായി. സംസ്ഥാനത്ത് കാലവർഷം കനത്തതോടെ വിഴിഞ്ഞം അശാന്തമായിരിക്കുകയാണ്. മത്സ്യബന്ധനത്തിന് പോയ 7ഓളം ബോട്ടുകൾ തിരിച്ചെത്തിയിട്ടില്ല. ഇതിൽ 27ഓളം മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് സൂചന. രാവിലെ വള്ളം മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു. ഇതിൽ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. തുറമുഖത്ത് നിർത്തിയിട്ട ഓങ്കാര എന്ന ബോട്ട് മുങ്ങിപ്പോയി. തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിലുണ്ടായ മഴയിൽ വീടുകൾക്ക് മുകളിലേക്ക് മരം പൊട്ടി വീണു. വിവിധയിടങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടായി. പത്തനംതിട്ട ജില്ലയിൽ 2 ദിവസമായി കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തിരുവല്ല നഗരസഭാ പരിധിയിലുള്ള 4 വാർഡുകളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. 70ഓളം കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. പ്രധാനമായും കിഴക്കൻ മേഖലയിൽ മഴ അധികമായി വർദ്ധിച്ചിരിക്കുന്നതിനാൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലേക്ക് യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അച്ചൻകോവിലാറ്റിലും പമ്പയാറ്റിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുള്ളതിനാൽ ഈ നദിയിൽ ഇറങ്ങുന്നതും പൊതുജനങ്ങൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി മുതൽ ആരംഭിച്ച ശക്തമായ കാറ്റിലും മഴയിലും കൊല്ലത്തും വ്യാപക നാശനഷ്ടം. വിവിധയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു, മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. തീരദേശ മേഖലയിലും കിഴക്കൻ മലയോര മേഖലയിലും ഒപ്പം തന്നെ നഗരമേഖലയിലുമെല്ലാം തന്നെ ശക്തമായ കാറ്റും മഴയുമാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. അഞ്ചലിന് സമീപം ഏരൂർ, ഭാരതീപുരം, ആലഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിവിധ വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ അപകടം സംഭവിച്ചു. ഇത്തിക്കരയാറിൻ്റെ ഭാഗമായിട്ടുള്ള പള്ളിക്കൽ നദി ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നത് കൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടവും നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.